ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയാസ് നാച്ചുറൽസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ലിപ് ബാം മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. ലൈക്ക് ലിപ് ബാംസിൽ നമുക്ക് വന്നിട്ട് ഞാൻ കുങ്കുമാതി ലിപ് ബാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോർമലായിട്ടുള്ള നമുക്ക് വന്നിട്ട് ലിപ്പിനെ മോയ്സ്ചറായിട്ട് വെച്ചിരിക്കാനുള്ള ലിപ് ബാം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. സോ അതിൽ ഞാൻ കുറേ തവണ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇത് പ്യുവർ ഓറഞ്ച് ലിപ് ബാമാണ്. ഇതിൽ നമുക്ക് ഒരു വിധത്തിലുള്ള എസൻസോ അതുപോലെ തന്നെ കളറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഓറഞ്ച് തോല് വെച്ച് മാത്രമാണ് നമ്മൾ ഈ ലിപ് ബാമിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ ഗുണങ്ങളെല്ലാം, ഓറഞ്ചിലുള്ള ഗുണങ്ങളെല്ലാം അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് തോടാണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ച് തോട് നമ്മൾ എടുത്തിട്ട് നല്ല വാഷ് ചെയ്തെടുക്കണം. ഓറഞ്ചിൻ്റെ തോടിൽ നമുക്ക് കെമിക്കൽസൊക്കെ കാണാനുള്ള സാധ്യതയുണ്ടല്ലോ. സോ അതുകൊണ്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തതാണ്. വാഷ് ചെയ്തിട്ട് നല്ലോണം ഈർപ്പം ഇല്ലാണ്ട് തുടച്ചെടുത്തിട്ട് നമുക്ക് മിക്സി ജാറിൽ ഇങ്ങനെ തന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് നല്ലോണം അരച്ചെടുക്കണം. ഈ ഓറഞ്ചിൽ നമുക്ക് വന്നിട്ട് വിറ്റമിൻ ഡി ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഓറഞ്ച് വന്നിട്ട് നമുക്ക് ലിപ്സിന് നല്ല ഒരു മോയ്സ്ചർ തരാനും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ നല്ലതാണ്. സോ നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നോർമലായിട്ട് നമുക്ക് വന്നിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ വരാൻ തുടങ്ങും. സോ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. സോ നമുക്ക് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. സോ അരയാതെ ഒരു 2-3 കിടക്കണം, അത് കിടക്കട്ടെ. ഈ ഇതിൽ നമുക്ക് വന്നിട്ട് ഈ ഓറഞ്ചിൻ്റെ തോട് അരച്ചത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ കോക്കനട്ട് ഓയിലും സ്വീറ്റ് ആൽമണ്ട് ഓയിലും ഒഴിക്കാം. അത് നമുക്ക് ഒഴിച്ചിട്ട് 1 ഡേ നൈറ്റ് ഫുള്ളായിട്ട് സോക്ക് ചെയ്യാൻ വെക്കാനാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഞാനിപ്പോൾ ഒരു 1/2 hour വെച്ചിട്ട് എടുക്കുകയാണ്. സോ 1/2 hour to 1 hour അത് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ഇത് നല്ലോണം സോക്കായതിന് ശേഷം നമുക്ക് വന്നിട്ട് ബോയിൽ ചെയ്യാം. ബോയിൽ ചെയ്തിട്ട് നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തോടിൻ്റെ ഈ മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ പോയിട്ട് അതിലുള്ള എസൻസ് ഒക്കെ തന്നെ നമുക്ക് ഈ ഓയിലിലേക്ക് വരണം. ഓയിലിലേക്ക് വരുമ്പോൾ നമുക്ക് ഓയിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കളർ ചേഞ്ച് ആവും. നല്ല ഒരു യെല്ലോ കളറിലേക്ക് വരും. ഈ ഓറഞ്ചിൻ്റെ അല്ലിയൊക്കെ ഇരിക്കുന്ന പോലെ ആ കളറിലേക്ക് നമുക്ക് ഈ ഓയിൽ വരും. നല്ല ഒരു ഫ്ലേവർ. ഇത് ഓയിൽ നമുക്ക് വന്നിട്ട് ബോയിൽ ആവുമ്പോൾ തന്നെ അവിടെയൊക്കെ നല്ല ഫ്ലേവർ ആയിരിക്കും. ഈ ഓറഞ്ചിൻ്റെ ഫ്ലേവർ നല്ല ഒരു ഫ്ലേവറാണ്. ഈ ലിപ്സ്റ്റിക്കിൽ നമുക്ക് വന്നിട്ട് വേറെ എക്സ്ട്രാക്റ്റ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. സോ നമുക്ക് വന്നിട്ട് ഈ ഓറഞ്ചിൻ്റെ ഫ്ലേവർ തന്നെയായിരിക്കും ആ ലിപ് ബാമിലേക്ക് നമുക്ക് കിട്ടുന്നത്. സോ ഈ ഓയിൽ നല്ലോണം നമുക്ക് വന്നിട്ട് കളർ മാറിയതിന് ശേഷം ഇത് നല്ലോണം നമുക്ക് വന്നിട്ട് സോക്ക് ആയതിന് ശേഷം നമുക്ക് വന്നിട്ട് അങ്ങനെ തന്നെ നമുക്ക് വെക്കാം. ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വന്നിട്ട് എടുക്കാം. നോക്കിയാൽ അറിയാം, ഈ ഓയിൽ കണ്ടോ നല്ല യെല്ലോ കളർ. നമുക്ക് ഒരു വിധത്തിലുള്ള കളറും നമുക്കിതിൽ ചേർക്കാതെ തന്നെ നമുക്ക് ഈ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഓറഞ്ചിൻ്റെ അരച്ചതിൻ്റെ ഇതൊക്കെ നമുക്ക് പിരിപിരിയായിട്ട് കാണും. സോ അതൊക്കെ നമുക്ക് വന്നിട്ട് ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് നമുക്കിപ്പോൾ വന്നിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഇതിൽ വന്നിട്ട് ഈ ഓയിൽ വന്നിട്ട് കോക്കനട്ട് ഓയിൽ പ്ലസ് വന്നിട്ട് നമുക്ക് സ്വീറ്റ് ആൽമണ്ട് ഓയിലിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ അതിൽ നമ്മൾ കുറച്ച് കാസ്റ്റർ ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട്. കാസ്റ്റർ ഓയിൽ നമുക്ക് വന്നിട്ട് ലിപ്സിന് നല്ല ഷൈനിങ് ആയിട്ട് വെക്കാനും അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വെക്കാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇതിൽ നമുക്ക് വന്നിട്ട് കോക്കോ ബട്ടർ ആഡ് ചെയ്യാം. കോക്കോ ബട്ടർ നമുക്ക് വന്നിട്ട് ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് വന്നിട്ട് ലിപ്സിൽ മോയ്സ്ചർ കണ്ടൻറ്റ് വന്ന് റീറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് വന്നിട്ട് കോക്കോ ബട്ടറും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഷിയ ബട്ടർ കൂടി ചേർക്കാം. ഷിയ ബട്ടറും നമുക്ക് നല്ലതാണ് ലിപ്സിന്. ഇതിൽ ഞാൻ വലുതായിട്ട് വേറെ ഒരു ഇൻഗ്രീഡിയൻസോ ബട്ടർ ഐറ്റംസോ ഒന്നും ചേർക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഓറഞ്ചിൻ്റെ എസൻസ് തന്നെ നല്ലതാണ്. സോ അതിൽ ജസ്റ്റ് കോക്കോ ബട്ടർ, ഷിയ ബട്ടർ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വന്നിട്ട് ബീസ് വാക്സ് ചേർക്കുന്നുണ്ട്. നമുക്ക് ചേർത്ത ഇൻഗ്രീഡിയൻറ്റിൻ്റെ അളവിന് നമുക്ക് വന്നിട്ട് ബീസ് വാക്സ് ചേർത്തിട്ട് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ബോയിൽ ചെയ്തെടുക്കാം.
സോ നമുക്ക് ഈ ബീസ് വാക്സ് ഒക്കെ മെൽറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു യെല്ലോ കളറിൽ കിട്ടിയിട്ടുണ്ട്. എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ കളറിൽ എനിക്ക് യെല്ലോ കളറിൽ ഒരു ലിപ് ബാം വേണം. അതിന് എന്ത് കളർ ആഡ് ചെയ്യാം, കളർ ആഡ് ചെയ്യാതെ എങ്ങനെ കിട്ടും? ആദ്യം ഞാൻ ക്യാരറ്റിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ക്യാരറ്റിലാവുമ്പോൾ നമുക്ക് അത്രയ്ക്കൊന്നും ഫ്ലേവർ കിട്ടൂലല്ലോ. സോ അതുകൊണ്ട് നമുക്ക് ഓറഞ്ച് ആകുമ്പോൾ നമുക്ക് ഫ്ലേവറും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ ലിപ്സിന് നല്ല ബെനിഫിറ്റൊക്കെ ഉണ്ടല്ലോ. സോ അങ്ങനത്തെ ഒരു പ്ലാനിലാണ് ഇത് ചെയ്തത്. ഫൈനലി സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് ലിപ് ബാമൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. സോ നല്ല രസമുണ്ട് കാണാനും. അതുപോലെ തന്നെ നമുക്ക് ലിപ്സിൽ ഇടുമ്പോഴും നല്ല മോയ്സ്ചർ കണ്ടൻ്റ് ഉണ്ട്. പ്ലസ് വന്നിട്ട് നമുക്ക് ആ ലിപ്സിലും ഓറഞ്ചിൻ്റെ ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഈ ഓറഞ്ച് ലിപ് ബാം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽസ് പറയാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.